4 വർഷം കാത്തിരുന്ന റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൽ വീണ്ടും അറിയുന്നു 5 പേജുകൾ കാണാനില്ല. എന്തുകൊണ്ടായിരിക്കും സംസ്ഥാന സർക്കാരിനെതിരെ അങ്ങോട്ട്? അല്ല, തീർച്ചയായിട്ടും അങ്ങനെ സംസ്ഥാന സർക്കാരിനെതിരെ എന്തെങ്കിലും പറയാൻ ഞാൻ തയ്യാറല്ല. പക്ഷേ ഈ പേജുകൾ എങ്ങനെയാണ് ഒഴിവാക്കപ്പെട്ടത്, എന്തുകൊണ്ട് ഒഴിവാക്കി എന്ന വിശദീകരണം സർക്കാർ നൽകേണ്ടി വരും. അല്ല, സർക്കാർ സതുദ്ദേശത്തോടു കൂടിയാണ് അത് ചെയ്തതെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, ഇതിന് വേട്ടക്കാരൻ്റെ പേര് ഒഴിവാക്കാൻ പറഞ്ഞിട്ടില്ല, ഇരയുടെ പേര് ഒഴിവാക്കുക. അത് ഈ കേസിലെന്നല്ല, എല്ലാ കേസിലും ഇരകളുടെ പേര് ഒഴിവാക്കണം. പേര് നമ്മൾ പറയാൻ പാടില്ലെന്നുള്ളതാണ് ഒരു പൊതു നിയമം. ആ വേട്ടക്കാരൻ്റെ പേര് പറയാൻ പാടില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇനി അതിൻ്റെ പരിമിതി ഉണ്ടെങ്കിൽ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞതനുസരിച്ച് കൂടുതൽ അന്വേഷണത്തിലേക്ക് വഴിതെളിക്കും. ഇപ്പോൾ ഇത് സീൽ വെച്ച കവറിൽ കൊടുക്കുമ്പോൾ കൂടുതൽ ആൾക്കാർ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ദോഷകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം. ഇത് നമ്മുടെ ഒരു സിനിമാ വ്യവസായത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, ഒരു പൊതുസമൂഹത്തിൻ്റെ പ്രശ്നമാണ്. സമൂഹത്തിലെ അവിഭാജ്യ ഘടകമാണ് സിനിമ. ഈ സിനിമ എന്ന ഒരു മാധ്യമം അത് മാതൃകയായി പ്രവർത്തിക്കേണ്ട മേഖലയിൽ ഇങ്ങനെയുള്ള പുഴുക്കുത്തുകളുണ്ടെങ്കിൽ അവരെ പുറത്ത് കൊണ്ടുവരേണ്ടത് നമ്മുടെ ഇങ്ങോട്ട് ഉത്തരവാദിത്വമല്ലേ. അപ്പോൾ അമ്മ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം എന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം. നിരവധി 40 പേര് ഈ ഹേമ കമ്മിറ്റി മൊഴി കൊടുത്തിട്ടുണ്ട്. ആ മൊഴിയുടെ അടിസ്ഥാനത്താണ് ഹേമ കമ്മിറ്റി പറയുന്നത് ഇതിൽ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നു എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ കേസെടുത്ത് അന്വേഷണം എന്ന് പറയാനുള്ള ആർജവം, അത് നമ്മൾ ഇനി പിന്നീട് ആലോചിച്ച് തീരുമാനിക്കാം എന്ന് പറയുന്നപ്പുറം കേസെടുക്കട്ടെ എന്ന് പറയാനുള്ള ആർജവം എന്തുകൊണ്ട് താങ്കൾക്ക് ഒരു വ്യക്തിപരമായ നിലയിലെങ്കിലും കേസെടുത്ത് അന്വേഷിക്കണം എന്ന് താങ്കൾക്ക് പറയാമോ? തീർച്ചയായിട്ടും കേസെടുത്ത് അന്വേഷിക്കണം എന്ന നിർദ്ദേശത്തോട് നമുക്ക് യോജിപ്പ് തന്നെയാണ്. അത് ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസാണ്. അപ്പോൾ സീൽ വെച്ച കവറിൽ ഹൈക്കോടതിയിൽ കൊടുക്കുമ്പോൾ ഹൈക്കോടതി ഏത് രീതിയിലാണ് ഇതിലെ പേരുകൾ പുറത്ത് വിടുക, ഏത് രീതിയിലാണ് അന്വേഷണം, അത് ഹൈക്കോടതി തീരുമാനിക്കും. ഞങ്ങളെതിരല്ല. അങ്ങനെ പുറത്ത് വരുന്നതിനും അവർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതിനും ഞങ്ങളെതിരല്ല. പേര് പുറത്ത് വരട്ടെ. പുറത്ത് വന്നാൽ ഇതിൽ ഓരോരുത്തർക്കും ഗോസിപ്പ് നടത്താനുള്ള അവസരമാണ് കുറയുക. ഇപ്പോൾ പേര് പുറത്ത് വന്നില്ലെങ്കിൽ അത് ഇന്നാരായിരിക്കും, ആ നടി പറഞ്ഞിട്ടുള്ളത് ഇന്നാരെക്കുറിച്ചാണ് എന്നുള്ളൊരു സംഭവം വരും. അപ്പോൾ അതിനേക്കാളും നല്ലത് പേര് പുറത്ത് വരട്ടെ. അതിന് ഹൈക്കോടതി അനുവദിക്കുമെങ്കിൽ തീർച്ചയായിട്ടും പേര് പുറത്ത് വരട്ടെ. ഹൈക്കോടതി അനുവദിക്കുമെങ്കിൽ അവർക്കെതിരെ നിയമ നടപടികൾ വരട്ടെ. ഹൈക്കോടതി തീരുമാനിക്കുകയാണെങ്കിൽ അവർക്കെതിരെ ശിക്ഷ വരട്ടെ. ഇപ്പോൾ ആ കാര്യങ്ങളിൽ ഹൈക്കോടതിയാണ് മുൻകൈ എടുക്കേണ്ടതും തീരുമാനമെടുക്കേണ്ടതും. ഇപ്പോൾ സർക്കാരിൽ നിന്നും അത് കോടതിയിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ കോടതി ഉചിതമായ തീരുമാനം എടുക്കുന്നത് ഞങ്ങൾക്ക് സ്വീകാര്യമായിട്ടുള്ള കാര്യമാണ്. അതിന് കോടതിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ കോടതി ഞങ്ങളിൽ ആരെ വിളിച്ചിരുന്നാലും ഞങ്ങൾക്ക് അറിവുള്ള കാര്യം മൊഴിയായി രേഖപ്പെടുത്താൻ ഞങ്ങൾ തയ്യാറാണ്. അല്ല, പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇത് ആലങ്കാരികമായിട്ടുള്ളൊരു പദമാണ്. പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. അപ്പോൾ അത് ആലങ്കാരികമായിട്ടുള്ള ഒരു പദമാണ്. പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻഷ്യൽ ഗ്രൂപ്പ് എന്നൊക്കെ ആയിരിക്കാം ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ പറഞ്ഞിട്ടുള്ളവർ. അപ്പോൾ ജസ്റ്റിസ് ഹേമ എന്ന് പറയുമ്പോൾ അവർ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു പൊസിഷനിലിരുന്ന ഒരു വനിതയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പവർ ഗ്രൂപ്പ് എന്നുള്ള ആലങ്കാരികമായിട്ടുള്ള ഒരു പദമായിട്ട് കണക്കാക്കുന്നുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം, ഇതുവരെ ഇല്ലാത്തൊരു പദമാണ് പവർ ഗ്രൂപ്പ്, ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെ വന്ന് ഇൻഫ്ലുവൻഷ്യൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഈ വ്യവസായത്തെ നിയന്ത്രിക്കാൻ കഴിവുള്ള പ്രബലമായ ശക്തന്മാരുടെ ഒരു ഗ്രൂപ്പ്, ആധിപത്യം എന്നായിരിക്കും ഉദ്ദേശിച്ചത്.